എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഡാൻഡ്രഫിനെ പറ്റിയാണ് മൊത്തത്തിൽ ഞാൻ പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ്ലി എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക, എന്താണ് ഡാൻഡ്രഫ്, എന്താണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഡാൻഡ്രഫ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്തുകൊണ്ടുണ്ടാവുന്നു മനസ്സിലായോ? ഈ ഡാൻഡ്രഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു വൈറ്റ് പൊടിയായിട്ടാണ്. ഈ വൈറ്റ് പൊടി എന്താണ്? വൈറ്റ് പൊടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മെലാസേസിയേ എന്ന് പറഞ്ഞൊരു ഈസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫംഗസ് എന്നും പറയും. ഫംഗസ് ഉണ്ട്. ഈ ഫംഗസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ തലയിൽ സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്, അതായത് ഓയിൽ ഉണ്ടാക്കുന്ന ഗ്ലാൻഡുകൾ. നമ്മുടെ തലയിൽ ഓയിലി സ്കിന്നാണെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ് ആളുകൾക്ക് കൂടുതലായിരിക്കും. ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് ഉള്ളതുകൊണ്ടാണ് ഓയിലി ആവുന്നത്. അതേപോലെ നോർമൽ എല്ലാവർക്കും സെബേഷ്യസ് ഗ്ലാൻഡ്സ് തലയിലും മുഖത്തൊക്കെ ഉണ്ട്. സ്കിന്നിലുള്ള ഒരു ഗ്ലാൻഡാണത്. ഓക്കെ, ഈ സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് സീബം എന്ന് പറയുന്നത്. ഈ സീബം ഒരു ഓയിലി സബ്സ്റ്റൻസ് ആണ്. ഈ സീബത്തിൽ ഒലീക് ആസിഡ് എന്ന് പറയുന്നൊരു ആസിഡ് ഉണ്ട്. നമുക്കൊന്നും ഹാനികരമൊന്നുമല്ല, നമ്മളെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ ഒലീക് ആസിഡ്. ഈ ഒലീക് ആസിഡ് ഭയങ്കര ഇഷ്ടമാണ് മലാസേസിയ ഫംഗസിന്. ഇവരെ മെയിൻ ഭക്ഷണമാണ് ഒലീക് ആസിഡ്. അപ്പോൾ കൂടുതലായിട്ട് ഈ സീബം കാണുമ്പോൾ ഒലീക് ആസിഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മലാസേസിയ വരും. നമ്മളെ തലയിൽ അവർ കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ നമുക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കണില്ല. ഈ വരുന്ന മലാസേസിയ നമ്മളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യണില്ല. അവർ കാര്യം നോക്കിയിട്ട് അവർ ഈ സീബം കഴിക്കുകയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരുത്തം വന്നു, ഇതറിഞ്ഞ് വേറൊരുത്തം വന്നു, വീണ്ടും ഒരുത്തം വന്നു. അങ്ങനെ മലാസേസിയൻ്റെ ഒരു കുടുംബം മൊത്തം അങ്ങോട്ട് വന്നു നിൽക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഈ മലാസേസിയ ഈസ്റ്റ് അല്ലെങ്കിൽ ഫംഗസിനോട് ഒരു അലർജി ഉള്ളതാണ് നമ്മുടെ ഹ്യൂമൻ സ്കിന്നിന്. അപ്പോൾ ആ അലർജി ഉള്ളതുകൊണ്ട് നമ്മുടെ ബോഡി എന്താ വിചാരിക്കുക വെച്ചാൽ ഇത്ര ആൾക്കാർ ഇത്രയും മലാസേസിയ വന്നിട്ടുണ്ട്, ഇവനവിടെ എന്തോ ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ അവൻ ചെയ്ത ആ സ്കിന്ന് അങ്ങോട്ട് നമുക്ക് ഷെഡ് ചെയ്ത് കളയാം, എന്നിട്ട് പുതിയ സ്കിന്നാക്കാം എന്നുള്ള ഒരു ധാരണ നമ്മളെ ബോഡിക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ യൂഷ്വലി ഷെഡിങ് ഓഫ് സ്കിൻ, അതായത് നമ്മളെല്ലാവരും സ്കിന്നും ഷെഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്ന പോലില്ല, കാരണം അത്രയും സ്ലോ റേറ്റിലാണ് ഷെഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ വെപ്രാളം പിടിച്ച് നമ്മളെ ബോഡി എന്താ ചെയ്യുക വെച്ചാൽ മലാസേസിയ വന്നു, അതിൻ്റെ ഒരു അലർജി ശരീരത്തിലൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ ബോഡി എന്ന് വിചാരിച്ചു പെട്ടെന്ന് ഷെഡ് ചെയ്യാന്ന്. അങ്ങനെ മൂപ്പര് അങ്ങോട്ട് ഷെഡ് ചെയ്യാൻ തുടങ്ങി. നമ്മളോട് ചോദിക്കാതെയാണ് ബോഡി ഷെഡ് ചെയ്യുന്നത്. ബോഡി അങ്ങോട്ട് സ്കിന്ന് ഷെഡ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര കൂടുതൽ റേറ്റിൽ ഷെഡിങ് നടത്താൻ തുടങ്ങി. ആ ഷെഡ് ചെയ്യുന്ന സ്കിന്നാണ് പൊടിയായിട്ട് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ പൊടി വേറെ ആളെ തലയിലുള്ള പൊടി എൻ്റെ തലയിൽ വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് താരൻ ഉണ്ടാവണം എന്നില്ല. പക്ഷേ ആ പൊടിയിൽ മലാസേസിയ ഉണ്ടെങ്കിൽ എനിക്ക് താരം വരാം. ഓക്കെ, ഈ താരം കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. അത് ആദ്യം മനസ്സിലാക്കാം. താരം കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. താരം കാരണം മുടി കൊഴിച്ചിൽ ഇനി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാ വെച്ചാൽ താരം വരുമ്പോൾ നമുക്ക് നല്ല ചൊറിച്ചിൽ തോന്നും. അപ്പോൾ തല അങ്ങനെ ചൊറിയുമ്പോൾ ആ ഒരു എഫക്റ്റ് കാരണം നമുക്ക് ചിലപ്പോൾ മുടി കൊഴിഞ്ഞു, ഫ്രിക്ഷൻ കാരണം മുടി കൊഴിഞ്ഞു എന്നാകും. അല്ലാത്തടത്തോളം താരം കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ താരൻ ഒരുവിധം നമുക്ക് ദോഷമൊന്നുമില്ല, അത് അതിൻ്റെ പാട് നോക്കി കഴിച്ച് പൊയ്ക്കോളും. ഷെഡിങ് ഒക്കെ താരൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ സീബം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പോവും, മലാസേസിയ പോവും. അങ്ങനെ നമ്മളെ ബോഡി ഷെഡിങ് നിർത്തും, അവിടെ സ്റ്റോപ്പാവും. പക്ഷേ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ, അതായത് കൂടുതൽ ഓയിലി ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ വളരെ ഡ്രൈ ആയിട്ടും കിടക്കുകയാണ്. അങ്ങനെയൊക്കെ ആവുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഷെഡിങ്ങിൻ്റെ റേറ്റ് വളരെ കൂടുതലാവും. ആ ഷെഡ് ചെയ്യുന്ന സ്കിന്ന് നമ്മളെ സീബത്തിനൊക്കെ ഒപ്പം മിക്സായി ഒരു യെല്ലോ കളറിൽ ഫോർമേഷൻ വരും. അങ്ങനെ ഈ ഷെഡിങ് ഭയങ്കര ഫാസ്റ്റ് ആകുമ്പോൾ ചെറിയ ഒരു ക്രാക്ക് വരാൻ തുടങ്ങും. അങ്ങനെ അവിടെ ഫൈബ്രിൻസ് ഒക്കെ ഫോം ചെയ്ത് പൊറ്റൻ വരാൻ തുടങ്ങും. അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് സീബം കാരണമുള്ള ഡെർമറ്റൈറ്റിസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പൊറ്റൻ പോലത്തെ ഫോർമേഷൻ, ക്രസ്റ്റ് പോലെ ഫോം നമ്മളെ ഹെയർ ഫോളിക്കിൾസിന് മുകളിൽ കൂടിയൊക്കെ ഫോം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഫോളിക്കിൾ അടഞ്ഞു പോകും. അതിന് വരാൻ വേണ്ടിയിട്ട് വരണമെങ്കിൽ ആ പൊറ്റൻ നമ്മൾ പറിച്ച് കളയണം. അത് കാരണം ഹെയറിൻ്റെ എന്താ പറയുക ഓവറോൾ ഗ്രോത്തിന് അവിടെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്.
ഇത് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആകുമ്പോൾ. അല്ലാത്തടത്തോളം ഡാൻഡ്രഫ് മാത്രമാണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യാതെ അതേപോലെ ഇങ്ങനെ കൊണ്ടുനടന്ന് സെബോറിക് ഡെർമറ്റൈറ്റിസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ചെറിയ ഹെയർ ഫോൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ ഈ ഫോളിക്കിളിൻ്റെ ഡയമീറ്റർ അത് ചുരുക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഇഷ്യൂസ്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ഹെയർ ഫോളൊന്നും അപ്പോഴും ഉണ്ടാവുന്നില്ല. ചെറിയൊരു ഹെയർ ഫോൾ സെബോറിക് ഡെർമറ്റൈറ്റിസിനും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോവാം. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം കീറ്റോകോണസോൾ ഷാമ്പൂ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഷാമ്പൂ ഒക്കെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, കീറ്റോകോണസോൾ ഷാമ്പൂ നല്ലതാണ്. പക്ഷേ എവിടെയും അത് മുടി കൊഴിച്ചിലുണ്ടാക്കുമെന്നൊന്നും എവിടെ എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിടത്തോളം എൻ്റെ പേഷ്യൻസിനോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തലയിൽ തന്നെ യൂസ് ചെയ്യുമ്പോൾ കീറ്റോകോണസോൾ നമ്മൾ അടുപ്പിച്ചൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 3 ആഴ്ചയിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ തിന്നായ പോലെ തോന്നും. അത് ഓൾറെഡി ഹെയർ സ്മൂത്ത് ഹെയർ ഉള്ള ആളുകൾക്ക് ഭയങ്കര തിന്നിങ് ഓഫ് ഹെയർ ഉണ്ടാവും. അങ്ങനെ തിന്നിങ് കാരണം ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും, ഹെയർ പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനധികം ഈ കീറ്റോകോണസോൾ കൊടുക്കാറില്ല. ഞാൻ എൻ്റെ പേഷ്യൻസിന് അധികം സാലിസിലിക് ആസിഡ് കണ്ടിട്ടില്ല സെൽസൺ എന്ന് പറയുന്ന ഷാമ്പൂണ് കൊടുക്കാറ്. അത് നിങ്ങൾക്കറിയാം, സെൽസൺ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ സാലിസിലിക് ആസിഡ് ഉള്ള സെൽസൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള കീറ്റോകോണസോൾ കേസഡ് ഷാമ്പൂസ് യൂസ് ചെയ്യാം. ഏതാ വേണ്ട വെച്ചാൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനേക്കാളൊക്കെ എഫക്റ്റീവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൺട്രോൾഡായിട്ട്, അതായത് കൺട്രോൾഡായിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും വരാതെ അതൊരു പെർമനൻ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് താരനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ വീട്ടിൽ ചുവന്ന അരിയില്ലേ, മട്ട, ഈ ചുവന്ന അരി ഈ കഞ്ഞിവെള്ളം ആക്കുമല്ലോ, ഈ കഞ്ഞിവെള്ളം നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഒരു ചെമ്പിലെടുക്കുക, അത് ഓപ്പൺ മൂടി തുറന്ന് എവിടെയെങ്കിലും വെക്കുക. അത് ഫെർമെൻറ്റഡ് ആകുമ്പോഴാണ് കൂടുതൽ ഗുണം കിട്ടുന്നത്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അനക്കാതെ വെക്കണം എവിടെയെങ്കിലും. അത് 24 തൊട്ട് 48 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ സ്മെല്ലുണ്ടാവും. അത് സഹിക്കുക, കാരണം സ്മെല്ല് സഹിക്കുക. കുറച്ച് നേരത്തേക്ക് സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു പ്രശ്നം മാറി കിട്ടി. അപ്പോൾ ആ സ്മെല്ല് നിങ്ങളൊന്ന് സഹിക്കണം. എന്നിട്ട് അത് അനക്കാതെ വെച്ചാൽ അതിൻ്റെ മുകളിലൊരു പാട ഉണ്ടാവും. ആ പാട തലയിൽ നിങ്ങൾ തേക്കുക, നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്യുക. തലയിൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ താടിയിലും തേക്കുക, മീശമേലും തേക്കുക. ചെവിൻ്റെ ബാക്ക് സൈഡിലും ഈ സൈഡിലും ഇവിടെയും ആ പാട ജസ്റ്റ് തേച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ഒഴിക്കുക. അതായത് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ കൊള്ളണം. ഈ ഗ്യാപ്പിൽ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഗ്യാപ്പിലാണ് ഈ കഞ്ഞിവെള്ളം എത്തേണ്ടത്, അല്ലാതെ വെറുതെ മുടിന് മുകളിൽ അല്ല ആക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഈ ഗ്യാപ്പ് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കഞ്ഞിവെള്ളം ഇറ്റിക്കുക. അതായത് സ്കാൽപ്പ് കൊള്ളണം, മനസ്സിലായില്ലേ? അങ്ങനെ കഞ്ഞിവെള്ളം ഇറ്റിക്കുക. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. മസാജ് ഇങ്ങനെ ചെയ്യണം, എപ്പോഴും മസാജ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. മസാജ് ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് താരൻ വളരെ ഗുണകരമായിട്ട് മാറും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ കഞ്ഞിവെള്ളത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈനോസിറ്റോൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് ഫ്രീ റാഡിക്കൽസിനെ തടയും. ഈ ഫ്രീ റാഡിക്കൽസ് കാരണമാണ് നമ്മുടെ ശരീരത്തിൽ ഏജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഫ്രീ റാഡിക്കൽസിനെ തടയുന്നത് ഈനോസിറ്റോൾ. അപ്പോൾ ഏജിങ് ഉണ്ടാകുന്ന ആ റിങ്കിൾസ് ഫോർമേഷനും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഈനോസിറ്റോൾ. അത് മാത്രമല്ല, പിന്നെ 2 ആൻറ്റിബയോട്ടിക് നമ്മളെ ഈ സ്റ്റാർച്ച് വാട്ടർ അല്ലെങ്കിൽ ഈ നമ്മളെ കഞ്ഞിവെള്ളം ഉണ്ടാക്കുന്നുണ്ട്. 2 ആൻറ്റിബയോട്ടിക്. ഈ 2 ആൻറ്റിബയോട്ടിക് മെലാസേസിയനെ വളർത്തുന്ന സാധനമാണ്. മെലാസേസിയനെ കൊന്നു കളയേണ്ട സാധനമാണ് ഈ 2 ആൻറ്റിബയോട്ടിക്. അതായത് നാച്ചുറലി ഫോമിങ് ആൻറ്റിബയോട്ടിക്. ഒന്ന് സ്വിറ്റർമൈസിൻ, ഒരെണ്ണം സ്വിറ്റർമൈസിനും ഒരെണ്ണം കാനാസമീൻ എന്ന് പറഞ്ഞിട്ട്, കാനാസമൈൻ എന്ന് പറയും, KNASAMINE, കാനാസമീൻ. ഈ 2 സ്വിറ്റർമൈസിൻ എ എന്നാണ് കേട്ടോ, സ്വിറ്റർമൈസിൻ എ. ഈ 2 ആൻറ്റിബയോട്ടിക് കാനാസമിനും സ്വിറ്റർമൈസിനും എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ മെലാസേസിയനെ കൊന്നു കളയും. അങ്ങനെ ഈ ഫംഗസ് അവിടെ ചത്തുപോയി. അതുകൊണ്ട് എന്തുണ്ടാവണം, നമുക്ക് ബോഡി റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതോടെ അവിടെ പ്രോസസ്സ് തന്നു. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ സീബം എന്ന് പറയുന്ന സാധനം കുറയ്ക്കാൻ വഴികളുണ്ട്. കഴിയുന്നത് നിങ്ങൾ നൈറ്റ്, കൂടുതൽ ഡാൻഡ്രഫുള്ള ആളുകളോട് പറയുന്നത്
കഴിയുന്നതും നൈറ്റ് നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒപ്പം വെജ് ഫുഡ് കഴിക്കുക. കഴിയുന്നതും നോൺ വെജ്, ഓയിലി അല്ലെങ്കിൽ റെഡ് മീറ്റ് കഴിയുന്നതും നൈറ്റ് ഒഴിവാക്കുക. ഉച്ചയ്ക്ക് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, തൊപ്പി അധികം ഇടരുത്. തൊപ്പി ഇടുമ്പോൾ ഉള്ളിൽ വേർപ്പ് കൂടും. ഈ വേർപ്പ് കൂടുമ്പോൾ ഓയിലി സ്കിന്നും കൂടി ആകുമ്പോൾ ഇതും കൂടി കലർന്ന് ആ ഒരു ഒലിക് ആസിഡ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുന്നു. അങ്ങനെ കൂടുതലായിട്ട് നമ്മളെ മലാസേഷ്യ വരുന്നു. പിന്നെ നമ്മളെ വീട്ടിൽ വേറെ ഒരാൾക്കുണ്ടെങ്കിൽ നമുക്കും വരും എന്ന് പറയുന്നത് ഈ താരൻ്റെ ഈ പൊടി വെയിലായിട്ടൊന്നുമല്ല, ഈ മെലാസേസിയ നമ്മളെ അടുത്തേക്കും വരും. ആ മെലാസേസിയ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ആരാണെന്നൊന്നുമില്ല. അയാൾക്ക് DGPൻ്റെ തലയിലും കയറാം, ആരുടെ തലയിലും കയറാം, സാധാരണക്കാരുടെ തലയിലും കയറാം മെലാസേസിയ എന്ന് പറഞ്ഞ ഫംഗസിന്. അതുകൊണ്ട് ഇന്ന തല എന്നൊന്നുമില്ല, അത് ആരുടെ തലയിലും കയറും. അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഫെർമെൻറ്റഡ് ഒറ്റ തവണ യൂസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫെർമെൻറ്റഡ് സ്റ്റാർച്ച് വാട്ടർ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബിസി ഷെഡ്യൂളാണെങ്കിൽ നിങ്ങൾക്ക് മമ്മ എർത്തിൻ്റെ സ്റ്റാർച്ച് വാട്ടറിൻ്റെ ഷാമ്പു ഉണ്ട്, അത് വെച്ച് ആഴ്ചയിൽ ഒന്നരാടനെ തന്നെ യൂസ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല, തിരക്ക് അത്ര ഇല്ല, വീട്ടിൽ അമ്മയും ഭാര്യ ആരെങ്കിലുമൊക്കെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഡെയിലി എന്തായാലും ചോറ് വയ്ക്കണ്ടല്ലോ, അതിന് കിട്ടുന്ന വെള്ളം കുറച്ച് മാറ്റി വയ്ക്കുക. ആ വെള്ളം അപ്പം തന്നെ യൂസ് ചെയ്യുക, ഫെർമെൻറ്റ് ചെയ്യാതെ അപ്പം തന്നെ യൂസ് ചെയ്യുക. എന്നാലും ഗുണം തന്നെയാണ്. ഫെർമെൻറ്റ് ചെയ്യുന്നതിന് അത്ര ഗുണമില്ലെങ്കിൽ എന്നാലും ഗുണം. ഡെയിലി യൂസിന് നിങ്ങൾക്ക് അപ്പം തന്നെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഷാമ്പൂയിങ്ങിൻ്റെ അതേ എഫക്റ്റാണ് ഇതിനുള്ളത്. ഇപ്പോൾ മനസ്സിലായെന്ന് കരുതുക. താരൻ കാരണം ഒരിക്കലും മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നില്ല എന്ന് ഒന്നും കൂടി പറയണു. താരനാണ് എന്ന് വെച്ചിട്ട് മുടി കൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ ഇച്ചിങ് കൂടിയതുകൊണ്ട് കൊഴിയുന്നതാണ്, അല്ലാതെ വേറെ ഇഷ്യൂ കൊണ്ട് കൊഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനത്തെ കൂടുതൽ നമുക്കൊന്ന് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കുറച്ച് കൂട്ടണം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഒന്നും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചും കൂടി ആളുകൾ വേണം. അപ്പോൾ എന്തായാലും നല്ല കണ്ടൻറ്റ് ആയിട്ട് ഞാൻ ഇനിയും വരാം. അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ കുറേ പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സ്റ്റെം സെൽ തെറാപ്പീൻ്റെ ഫുൾ സ്റ്റെപ്പുകൾ പറയാൻ പറ്റും. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റെം സെൽ തെറാപ്പീൻ്റെ A to Z സ്റ്റെപ്പുകളും അതെങ്ങനെ ചെയ്യുന്നതെന്നും ആണ് പറയുന്നത്. ഓക്കെ, ആ വീഡിയോ വൈകാതെ ഇടാം കേട്ടോ. നല്ല തിരക്കാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്. താങ്ക് യു.